ഗുഡ് മോർണിംഗ്. എന്തുണ്ട് പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഈ ആഴ്ച സത്യം പറഞ്ഞാൽ ഈ വീക്കെൻഡിൽ ഏട്ടനില്ല കേട്ടോ. ഏട്ടൻ ട്രാവലിലാണ്. ശരിക്കും ബോറാണ് കേട്ടോ ഏട്ടനില്ല എന്നുണ്ടെങ്കിൽ. അപ്പം പിന്നെ എന്ത് ചെയ്യാനാ, നമ്മൾ ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകുന്നു. അപ്പം ഞാൻ സാറ്റർഡേ രാവിലെ തന്നെ എണീറ്റു. എന്നിട്ട് ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കാണ് എൻ്റെ തുളസി കണ്ടോ, തുളസി ഭയങ്കരമായിട്ടൊരു മഞ്ഞ കളറായിരിക്കുന്നു. എനിക്ക് തോന്നുന്ന ഫോളൊക്കെ ആയതുകൊണ്ടാണോ, ഞാൻ എന്നാൽ വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ തുളസിയൊക്കെ ഇട്ടിട്ട് കുറച്ച് പുറത്ത് അടുപ്പിൽ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ചു. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്തു. കാര്യം വെച്ചാൽ സാറ്റർഡേ സൺഡേ എനിക്ക് ഒരുപാട് ഞാൻ കുക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ എൻ്റെ പുറത്തെ കിച്ചണെല്ലാം നല്ലവണ്ണം കിടന്നാലേ എനിക്കൊരു സുഖമുള്ളൂ. ക്ലീൻ ചെയ്ത് കിടന്നാലേ എനിക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. നല്ല രസമാട്ടോ. എനിക്ക് പുറത്തിപ്പോൾ ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ഈ കിച്ചൺ ഞങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം. കിച്ചൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗസീബയായിരുന്നു. ഞാനും ഏട്ടനും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഫുള്ള് ഞങ്ങൾ വെറുതെ ഒരു ക്യൂരിയോസിറ്റിയിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് ഭയങ്കര നല്ല സക്സസ്ഫുൾ പ്രോജക്റ്റായി. പിന്നീട് ഞാൻ എന്ത് വെച്ചാൽ അകത്ത് വന്ന് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ പതുക്കെ കുക്കിങ്ങിൻ്റെ പരിപാടികൾ നോക്കി. ഞാൻ എയർ ഫ്രയറിലാണ് ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി വെച്ചു. അധികം ഒരു എരിവില്ലാത്ത ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയത്. അതിനുശേഷം ഞാൻ പതുക്കെ രസകാളൻ്റെ പരിപാടിയിലേക്ക് പോയി. രസകാളനെല്ലാം ഉണ്ടാക്കി. ആ രസകാളൻ്റെ മണം ഉണ്ടല്ലോ, അത് വരുമ്പോൾ തന്നെ എനിക്ക് ചോറിനാൻ തോന്നും. പിന്നെ ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒരു വീഡിയോ ആയിട്ട് അതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്. രസം. ഞാൻ പൊതുവേ രസം ഉണ്ടാക്കാറില്ല, പക്ഷേ ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നോക്കണേ. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോഴത്തേക്ക് ചോറിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. പിന്നെ നമ്മുടെ ഗാർഡനിൽ തന്നെയുള്ള പയറ് വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ അതുകൂടാതെ എന്തായിരുന്നു, രസമാണ് ഇതിനകത്ത് ഏറ്റവും ഹീറോ കേട്ടോ. ആ രസം ഓൾമോസ്റ്റ് കഴിയാറായി. കാര്യം കുടിച്ചു കഴിച്ചു. ഭയങ്കര ടേസ്റ്റുള്ള രസമായിരുന്നു കേട്ടോ. രസം. പിന്നെ മീൻകറി ആക്ച്വലി കഴിഞ്ഞ ആഴ്ച ജെസ്സിയൊക്കെ വന്നപ്പോഴത്തേക്കും കൊണ്ടുതന്ന മീൻകറിയാണ്. അപ്പോൾ ആ മീൻകറിയാണ് ഞാൻ ഈ ആഴ്ച കഴിക്കുന്നത്. അപ്പോൾ മീൻകറി പിന്നെ രസകാളൻ അങ്ങനെ കൂട്ടി ഒരു അടിപൊളി ലഞ്ച്.